പ്രകാശത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത ഇടുങ്ങിയ വഴിയെ നടക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കിത് കേട്ടിരിക്കാൻ പറ്റില്ല. ഇത് ജോൺ എഡ്വാർഡിൻ്റെ കഥയാണ്. ജോണിൻ്റെ മാത്രമല്ല, ജോണിനായി 24 മണിക്കൂർ പ്രാർത്ഥനയോടെ ഇരുന്ന ഒരു നാടിൻ്റെ കൂടി കഥ. ജോണും ജോഷും സഹോദരന്മാരാണ്. കുട്ടിക്കാലം മുതലേ അച്ഛനൊപ്പം ഗുഹകൾ കയറാൻ താല്പര്യമുള്ളവരായിരുന്നു ഇരുവരും. മനുഷ്യസ്പർശമേൽക്കാത്ത ഭൂമിയുടെ രഹസ്യ അറകൾ തേടി ഇരുവരും ഒരുപാട് യാത്ര ചെയ്തു. അങ്ങനെ 2009 നവംബർ മാസം വെർജീനിയയിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായ ജോൺ അവധിക്കാലം ആഘോഷിക്കാനായി സഹോദരനോടൊപ്പം പുറപ്പെട്ടു. അന്ന് നവംബർ 24. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടും മകളോടും അയാൾ യാത്ര പറഞ്ഞു. അമേരിക്കയിലെ ഉണ്ട കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന നുട്ടിപ്പുട്ടി ഗുഹയിലേക്ക് 9 പേരടങ്ങുന്ന ആ സംഘം യാത്ര തിരിച്ചു. എല്ലാ സജ്ജീകരണങ്ങളുമായി ഗുഹാമുഖത്തിലൂടെ അവർ ഇറങ്ങി. ഗുഹയുടെ തുടക്കം എവിടെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. 120 അടി ആഴമുള്ള ഗുഹയുടെ ബെർത്ത് കനാലിലേക്ക് അവർ യാത്ര തിരിച്ചു. മിനുസമുള്ള പ്രതലങ്ങളുള്ള ഇടുങ്ങിയ വഴികളിലൂടെ ഗുഹയുടെ ആരംഭ സ്ഥലം തേടി അവർ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങി. എവിടെയോ വെച്ച് ജോണിന് വഴി തെറ്റി. തലയിൽ ഘടിപ്പിച്ച ടോർച്ചിന്റെ സഹായത്തോടെ ജോൺ പിന്നെയും സഞ്ചരിച്ചു. പൊതുവെ ശരീരഭാരം കൂടിയ ജോണിന് അത്ര സുഗമമായിരുന്നില്ല ആ യാത്ര. പിന്നീടുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ജോൺ പിന്നെയും മുന്നോട്ട് പോയി. അപ്പോഴാണ് ജോൺ മുന്നിലൊരു ദ്വാരം കണ്ടത്. ബെർത്ത് കനാലിലെത്താൻ സഹായിക്കുന്ന വഴിയാണെന്നായിരുന്നു ജോൺ കരുതിയത്. പിന്നീട് താൻ എത്തിയത് വലിയൊരു കുരുക്കിലാണെന്ന് അയാൾക്ക് മനസ്സിലായി. പ്രത്യാശ വിടാതെ ജോൺ വീണ്ടും ആ ഇരുണ്ട വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മാപ്പിൽ പരാമർശിക്കാത്ത ഒരു കുഴി ജോണിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജോണിലെ ശുഭാപ്തി വിശ്വാസം ആ കുഴിയിലേക്ക് ഇറങ്ങാൻ അയാളെ പ്രാപ്തനാക്കി. ശ്വാസം അകത്തേക്കെടുത്ത് ശരീരം ആയാസമാക്കിയാണ് ജോൺ ആ കുഴിയിലേക്ക് ഇറങ്ങിയത്. എന്നാൽ ആ തീരുമാനത്തോടെ ജോണിന്റെ വിധി മറ്റൊന്നാവുകയായിരുന്നു. തല കീഴായിട്ടാണ് ജോൺ ആ കുഴിയിലേക്ക് ഇറങ്ങിയത്. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ പോലും കഴിയാത്ത ആ വഴിയിൽ അയാൾ കുടുങ്ങിക്കിടന്നു. ഒന്ന് അനങ്ങാൻ പോലും ആകാതെ തൻ്റെ വിധിയോർത്ത് ജോൺ തേങ്ങിക്കരഞ്ഞു. അപ്പോഴേക്കും സഹോദരനെ തേടി ജോഷ് അവിടെ എത്തിയിരുന്നു. ജോണിന്റെ ശബ്ദത്തിന് പുറകെ വന്ന ജോഷിനു കാണാൻ കഴിഞ്ഞത് തൻ്റെ സഹോദരന്റെ കാലുകൾ മാത്രമാണ്. ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച ജോഷ് ജോണിന്റെ കാൽ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ ആഴങ്ങളിലേക്ക് ജോൺ പോകുന്നത് കണ്ടതോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. സഹോദരനെ പുറത്തെത്തിക്കാനായി പിന്നീട് ഗുഹയിൽ നിന്നിറങ്ങുക മാത്രമായിരുന്നു ജോഷിന്റെ മുന്നിലുള്ള വഴി. പരിഭ്രാന്തി നിറഞ്ഞ ജോഷിന്റെ ആ യാത്ര അയാളെ പലയിടങ്ങളിലും കുടുക്കി. എന്നാൽ ഇച്ഛാശക്തി കൊണ്ട് അയാൾ എങ്ങനെയൊക്കെയോ പുറത്തെത്തുകയായിരുന്നു. പുറത്തെത്തിയ ശേഷം ജോഷാണ് സഹോദരന് പറ്റിയ അപകടത്തെക്കുറിച്ച് ലോകത്തെ അറിയിച്ചത്. വിവരം അറിഞ്ഞ ഉടനെ തന്നെ അധികൃതർ വേണ്ട നടപടിയെടുത്തു. നുട്ടിപ്പുട്ടി ഗുഹയ്ക്കരികിലേക്ക് രക്ഷാപ്രവർത്തകർ ഓടിയെത്തി. ജോണിന്റെ അവസ്ഥ മനസ്സിലാക്കാനായി കേവ് എക്സ്പ്ലോററായ സൂസിയെ രക്ഷാപ്രവർത്തകർ ജോണിനരികിലേക്ക് അയച്ചു. ഗുഹകളിലൂടെ സഞ്ചരിച്ചു പരിചയമുള്ള സൂസിക്ക് പെട്ടെന്ന് തന്നെ ജോണിന്റെ അരികിലെത്താൻ കഴിഞ്ഞു. എന്നാൽ അവിടെ എത്തിയ സൂസി കണ്ടത് ജോണിന്റെ 2 കാലുകൾ മാത്രമാണ്. സൂസി ജോണിനോട് സംസാരിച്ചു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ജോണിനെ പുറത്തെത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അയാളെ അറിയിച്ചു. സൂസി ജോണിന് ധൈര്യം നൽകി തിരിച്ചെത്തിയപ്പോഴേക്കും ജോൺ ഗുഹയിൽ കുടുങ്ങിയിട്ട് 3.5 മണിക്കൂർ പിന്നിട്ടിരുന്നു. 8 മണിക്കൂറിനുള്ളിൽ ജോണിനെ രക്ഷിക്കാനായിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലായി. തലകീഴായി കിടക്കുന്ന ജോണിന് ഒരുപാട് സമയം അതിജീവിക്കാനാകില്ലെന്ന് ഉറപ്പായിരുന്നു. പുള്ളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് കാലിൽ വടം കെട്ടി പുറത്തെടുക്കാനായിരുന്നു ശ്രമം. മിനുസമുള്ള പ്രതലങ്ങളും ഇരുണ്ട ഇടുങ്ങിയ വഴികളും രക്ഷാപ്രവർത്തനത്തിന് വില്ലനായി. ജോണിന് ആത്മവിശ്വാസം പകരാനായി പോലീസ് റേഡിയോ വഴി ബന്ധുക്കൾ അദ്ദേഹത്തോട് സംസാരിച്ചു. പോരാട്ടം തുടരണമെന്നും തോൽക്കരുതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോണിനോട് പറഞ്ഞത്. ദ്രാവക രൂപത്തിൽ ഭക്ഷണവും ജോണിനെത്തിച്ചു. അപ്പോഴും രക്ഷാദൗത്യം എവിടെയും എത്തിയിട്ടില്ലായിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ഒടുവിൽ ജോൺ ആ സത്യം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറി തുടങ്ങി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാലുകളിലേക്കുള്ള രക്തയോട്ടം വല്ലാതെ കുറഞ്ഞു. കാലിൽ കെട്ടി ശരീരത്തെ ഉയർത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. കാലിൽ കെട്ടി പിടിച്ചുയർത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ ജോൺ അലറി വിളിച്ചു. ഭൂമിയുടെ ഈ ഇരുട്ടറയിൽ ജീവിതം അവസാനിച്ചെന്ന് ജോൺ തിരിച്ചറിഞ്ഞു. അദ്ദേഹം പതിയെ തൻ്റെ കണ്ണുകൾ അടച്ചു. എന്നേക്കുമായി. ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ ആ രാത്രി ചിലവഴിച്ചുവെങ്കിലും ജോണിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം നവംബർ 25 ഗുഹയ്ക്കുള്ളിൽ ജോൺ കുടുങ്ങിയിട്ട് 24 മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. അന്ന് രാത്രി ജോൺ മരിച്ചതായി ഗവൺമെൻറ് പ്രഖ്യാപനം വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശവശരീരമെങ്കിലും കുടുംബത്തിന് നൽകാനാകുമെന്ന പ്രതീക്ഷയിൽ രക്ഷാപ്രവർത്തനം സജീവമായി തുടരുകയായിരുന്നു. ഒടുവിൽ ആ ശരീരത്തെ പോലും പുറത്തെത്തിക്കാനാവില്ലെന്ന് മനസ്സിലാക്കി നുട്ടിപ്പുട്ടി ഗുഹാമുഖം അവർ കോൺക്രീറ്റ് വെച്ചടച്ചു. അവിടെ ജോണിൻ്റെ ചിത്രവും
ഈ ഇരുട്ടിലാണ് 23കാരനായ ജോൺ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്നും എഴുതി ചേർത്തു. ഇന്നും ജോണിൻ്റെ കുടുംബം അവിടെ എത്താറുണ്ട്. പാതി വഴിയിൽ അവസാനിച്ച ആ യാത്രയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് അവർ പ്രാർത്ഥിക്കും. ഒരിക്കൽ ഒരു നാട് മുഴുവൻ കരഞ്ഞിട്ടും കേൾക്കാൻ വിമുഖത കാണിച്ച ദൈവത്തിനോട് അവർ പരിഭവം പറയും.